ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു വീക്ക്ലി വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആക്ച്വലി മൺഡേ ആണ്. സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ഇന്നലെ സൺഡേ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫുൾ ഡേ വീട്ടിൽ തന്നെ ആയിരുന്നു. ശനിയാഴ്ചയാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയത്. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ല. ഓഫ് കോഴ്സ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മൺഡേ ആയി, ഇന്നും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു റെസിപ്പി, ഗാർലിക് ബ്രെഡിൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ അത് കാണിച്ചു തരാം. ഐ ആം സോറി ഗൈസ്, ഞാനിപ്പോൾ ആ റെസിപ്പി നോക്കിയപ്പോൾ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 hours എങ്കിലും മാവ് സെറ്റാവാൻ വേണ്ടി വെക്കണം. പിന്നെ ഒരു 20 minutes ബേക്കിങ് കൂടെയുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ വൈകുന്നേരത്തെ സ്നാക്കാണ് ഗാർലിക് ബ്രെഡ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഡിന്നറിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗാർലിക് ബ്രെഡ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. തൽക്കാലം ഗാർലിക് ബ്രെഡിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രിക്ക് നമുക്ക് ഡിന്നറിന് ഒരു വെജ് പുലാവ് ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഇതെന്നെ എൻ്റെ അച്ഛനാണ് ആക്ച്വലി ഇത് പഠിപ്പിച്ചത്. അപ്പോൾ റൈസും കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിജക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോളിസി ബസാർ വഴിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. അത് കാരണം പോളിസി ബസാറിൻ്റെ ഓഫീസ് കയറി ഇറങ്ങി നടക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ എൻ്റെയും കണ്ണേൻ്റെ മെയിൻ ജോലി. അപ്പം നമ്മൾ പോളിസി ബസാറിൻ്റെ ഓഫീസിൽ പോയിട്ട് വരുവാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഒബ്രോൺ മോളിലെ റിലയൻസിൽ പോയി വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ അമ്മയ്ക്ക് കുറച്ച് സ്കൂൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് അവരെയൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കും പെൻസിലും അമ്മയുടെ ബുക്കും പെൻസിലുമാണ്. കാരണം ഞാൻ അവിടെ കണ്ടത് അതായിരുന്നു. അപ്പോൾ എന്തിനാണ് അതെടുത്തത്, അമ്മ എന്തിനാണ് അത് എഴുതുന്നത് എന്നൊക്കെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. അമ്മ അതിലെഴുതണ്ട, അത് അമ്മയുടെ ബുക്കല്ല, അത് അമ്മയുടെ ബുക്കാണെന്നും പറഞ്ഞിട്ട് ആ ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഗൈസ്, നമുക്ക് 2 ദിവസമായിട്ട് വലിയ കലാപരിപാടികളൊന്നുമില്ല. നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ്. അപ്പം അതെപ്പോഴും കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കരുതല്ലോ. ഇന്നത്തെ കലാപരിപാടി എന്തായിരുന്നു വെച്ചാൽ, അമ്മയ്ക്ക് നമ്മൾ സ്കൂൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് എന്തായാലും സ്കൂളിൽ വരണം. മാർച്ചിൽ 3 years ആവും. അപ്പോൾ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്കൂൾ എന്ന് പറയുമ്പം നമ്മൾ അക്ഷരം പഠിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. എന്നിട്ട് പിന്നെ LKG UKG അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ എന്താ പറയുക, LKG UKGക്ക് മുന്നായിട്ട് പ്രീ KG എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. പ്രീ KG തന്നെ ചില സ്കൂൾസിൽ 2 ഡിവിഷനുണ്ട്. അതായത് പ്ലേ ഗ്രൂപ്പും ഉണ്ട്, നഴ്സറിയും ഉണ്ട്. 3 years ജൂൺ 1 3 years ആവുന്ന പിള്ളേരാണെങ്കിൽ അവരെ നഴ്സറിയാണ്. 3 years ബിലോ പ്ലേ ഗ്രൂപ്പാണ്. 4 years ആണെങ്കിൽ LKG ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സ്കൂളുകളൊക്കെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, അടുത്തൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ വിളിച്ച് ഇന്ന് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നും കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. ഏതായാലും ഇപ്പോൾ തന്നെ എന്തായാലും എല്ലാവരും അഡ്മിഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മിക്കുട്ടൻ സ്കൂളിൽ പോകാറായി. പിന്നെ നാളെ നമ്മൾക്കൊന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. എല്ലാവർക്കും സെറ്റാവുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ വ്ളോഗ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൊരു സമാധാനമുണ്ട്. അല്ലാതെ എൻ്റെ ഒരു വീക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു വീക്കായി പോകും. അപ്പോൾ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നാളെ അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് സാരി ഉടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ട്. കാരണം അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് സാരിയൊക്കെ ഉടുക്കാൻ എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല സാരി ഉടുത്തു കഴിഞ്ഞാൽ.
സാരി ഉടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ നാളത്തെ കേസാണെങ്കിൽ പോലും ഇങ്ങനെ ബ്ലൗസും സാരിയും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കി. എനിക്ക് വളരെ കുറച്ച് സാരീസേ ഉള്ളൂ. കാരണം ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കാറുമില്ല. എനിക്ക് അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മമ്മയൊക്കെ തന്ന സാരി ഇരിപ്പുണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 3 വർഷം മുന്നേ അമ്മ വാങ്ങിച്ചു തന്നൊരു സാരി, അതിൻ്റെ ബ്ലൗസ് പോലും മുറിച്ചെടുക്കാതെ ഞാൻ സൂക്ഷിച്ചിപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ ഉടുക്കുന്നല്ല, ഒക്കേഷൻ വന്നാലും ഞാനങ്ങനെ മെനക്കെടാറില്ല. ഇപ്പം ഞാൻ തന്നെ ഓരോ റീസൺ കണ്ടെത്തും എങ്ങനെ ഉടുക്കാതിരിക്കുക എന്നുള്ളത്. കാരണം നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോരുത്തർ അമ്പലത്തിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ എൻ്റെ കണക്ക് ബോഡി സൈസ് ഉള്ളവരൊക്കെ അല്ലെങ്കിൽ എന്നേക്കാൾ ബോഡി സൈസ് ഉള്ളവരൊക്കെ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാവും. പക്ഷേ ഞാൻ ഉടുത്ത് കഴിയുമ്പോൾ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നാളത്തെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ സാരിയൊക്കെ എടുത്ത് വെച്ചു, 1-2 ഞാൻ ട്രൈ ചെയ്ത് നോക്കി കൊള്ളാമോന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കുക, നാളെ ഇപ്പം കുറച്ച് ദൂരം കാറിലിരുന്ന് പോകുമല്ലോ. അപ്പോൾ എന്തായാലും അമ്മി എൻ്റെ പുറത്ത് കയറി ചാടിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ സാരിയുടെ വഴിക്ക് പോകുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദൂരം പോകണമല്ലേ, അതുകൊണ്ട് പിന്നെ കുർത്തയിടാം എന്നുള്ള ഒരു ഓപ്ഷനിൽ ഞാനിപ്പോൾ വന്നെത്തി. അപ്പോൾ ഇങ്ങനെ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ബേസിക്കലി ഈ സാരി ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് എങ്ങനെയാണ് ഗൈസ് ഉടുക്കുന്നത്, എനിക്കതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ ഇരുട്ടാ. കാരണം കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ എടുത്തില്ല അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ. നല്ല വൈബ് ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ദേവിയെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഒരു രക്ഷയില്ല. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട് ദേവിയെ കാണാൻ. അമ്മാനിയും അച്ചാച്ചിയും പോയി കഴിഞ്ഞാൽ ആ കട മുഴുവൻ മേടിച്ചോണ്ട് വരും. ദേ അമ്മയ്ക്ക് സാധനം വന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ആര്യാസ് ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ വേറെ എങ്ങോട്ടൊന്നും പോകുന്നില്ല, എല്ലാവർക്കും ജോലിക്ക് പോകണം. സോ തിരിച്ചാണ് നല്ലത്. അമ്മയുടെ മൊബൈൽ അമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചിനി വ്ളോഗ് ചെയ്യാം. ഹലോ ഗൈസ് എന്നും പറഞ്ഞ് വ്ളോഗ് ചെയ്യാം. വെച്ച് വ്ളോഗ് ചെയ്ത് അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെയാണ് അമ്പലത്തിൽ പോയത്. എന്നിട്ട് ഇപ്പോൾ രാത്രിയായി കേട്ടോ. നമ്മൾ ആക്ച്വലി ഒരു 5 മണിക്ക് പോകണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ 5 മണിക്ക് പോയില്ല. നമ്മൾ 5:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. 9:15 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി, തിരിച്ച് തൊഴുത് എല്ലാം കഴിഞ്ഞു. സോ അങ്ങനെ ആ ആഗ്രഹം നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നത്. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയത്. അപ്പോൾ എന്നോട് എൻ്റെ അനിയൻ കണ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് അവിടുത്തെ ദേവിയെ കാണാനെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാനിങ്ങനെ താഴത്തോട്ട് നോക്കിയാണ് പോകുന്നത്. അപ്പം ശ്രീകോവിലെത്തിയപ്പോൾ ഞാനിങ്ങനെ താഴോട്ടാണ് നോക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിളക്ക് പോലെ എന്തോ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും പ്രതിഷ്ഠ എന്നുള്ളത്. ചില അമ്പലങ്ങളിൽ അങ്ങനെ ചെറിയ പ്രതിഷ്ഠയാണ്. അപ്പം ഞാൻ താഴോട്ട് നോക്കി തൊഴുതിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ദേവി അത്രയും വലിയ ഒരു രൂപമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാൻ ലിറ്ററലി ഷോക്ക്ഡായിപ്പോയി എന്നുള്ളതാണ്. എനിക്ക് എന്നിട്ട് തിരക്ക് കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇവിടെ നിന്നൊക്കെ തൊഴുത്തിട്ടും എനിക്കങ്ങോട്ട് ആ രൂപം മൊത്തത്തിൽ കണ്ടങ്ങോട്ട് മതിയാവുന്നില്ല എന്ന് പറയത്തില്ലേ. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒതുങ്ങി മറിഞ്ഞൊക്കെ നിന്ന് നല്ലപോലെ തൊഴുതിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ഭയങ്കര ഒരു പോസിറ്റീവ്
വൈബാണ്. നമ്മൾ ഇത്രയും രാവിലെ പോയോണ്ടായിരിക്കും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. ഭയങ്കര നല്ല അമ്പലമാണ് കേട്ടോ. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോവേണ്ട ഒരു അമ്പലമാണത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പം ഇപ്പം രാത്രിയായി. ആക്ച്വലി നമ്മളിനി ബൈ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് ഗൈസ്. നമുക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ തുറന്നിട്ട് മൊത്തത്തിൽ റോസാപ്പൂവും ഡയറി മിൽക്കും മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ വാലൻറ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത കപ്പിൾസാണ് ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും, ഞാനും കണ്ണനും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ വാലൻറ്റൈൻസ് ഡേയോട് പുച്ഛമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുച്ഛമൊന്നുമില്ല. പക്ഷെ എന്നാലും അതിൽ പൈങ്കിളിയാണെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷവും നമ്മൾ വാലൻറ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ സ്റ്റോറി എന്താണ് വാലൻറ്റൈൻസ് ഡേ എന്നുള്ളൊരു സ്റ്റോറി ഇന്നലെയാണ് അറിയുന്നത്. ബൈ മിസ്റ്റർ ദേവകുമാർ, എൻ്റെ അനിയൻ കണ്ണൻ ഹാസ് സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. അപ്പോൾ അവൻ്റെ ലൂസി ടോക്സ് എന്നാണ് കേട്ടോ അവൻ്റെ ചാനലിൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടത്തില്ല, ബിക്കോസ് അവൻ ഇന്നലെ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും യൂട്യൂബ് കാണിക്കാൻ പോകുന്നില്ല. ഞാൻ വേണമെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് അവൻ്റെ കണ്ടന്റ് അവൻ കുറച്ചും കൂടി ഒരു, എൻ്റെ കൂട്ടല്ല, കുറച്ചും കൂടെ ഒരു GK-ലൊക്കെ ഭയങ്കര ഒരു ഫാക്ട്സ് ഒക്കെ ഭയങ്കര ജ്ഞാനമുള്ള ഒരാളാണ്. എനിക്ക് അത്രയൊന്നുമില്ല, അത്രയൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കണ്ടൻറ്റും പിന്നെ ഫുഡ് അതൊക്കെ ആയിരിക്കും മിക്കവാറും സാറ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിങ്ക് നോക്കിയിട്ട് ഗോ ഷോ സം ലവ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു വാട്ട് ഈസ് വാലൻറ്റൈൻസ് ഡേ, എങ്ങനെയാണ് ഈ വാലൻറ്റൈൻസ് ഡേ രൂപപ്പെട്ടത് എന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ പറയുന്നില്ല, ആശാൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾ പോയി കാണുക. പിന്നെ അപ്പോൾ ഞാനും കണ്ണേട്ടനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ ആക്ച്വലി തുണി മടക്കിയത് പറക്കി വെക്കാനോടാണ് നിൽക്കുന്നത്, ലെക്ചർ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും കണ്ണേട്ടനും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ലൈക്ക് നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം ഡയറി മിൽക്ക് കമ്പനിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ എന്തോരം ചോക്ലേറ്റ് കമ്പനീസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഡയറി മിൽക്കിനെ പ്രൊമോട്ട് ചെയ്ത ആ മാർക്കറ്റിംഗ് ടീമിനാണ് ഹാറ്റ്സ് ഓഫ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം എന്തോരം ഡയറി മിൽക്ക് ആയിരിക്കും സെയിൽ നടന്നിട്ടുണ്ടാവുക. ഇവിടെ വേറെ എന്തോരം ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പം അവരാണ് ആ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഡയറി മിൽക്കിനെ കാഡ്ബറീസ് കൊണ്ടുവന്നു. സോ ഡയറി മിൽക്ക് ഇല്ലാത്തൊരു വാലൻറ്റൈൻസ് ഡേ ഇല്ല. വാലൻറ്റൈൻസ് ഡേ ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഡയറി മിൽക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്, അല്ലേ? വളരെ റെയറായിട്ടാണിപ്പോൾ വേറെ ഗിഫ്റ്റുകളൊക്കെ പോകുന്നത്. പക്ഷെ എന്നാലും ഡയറി മിൽക്കാണ് വാലൻറ്റൈൻസ് ഡേയ്സ്. റോസസ് ആൻഡ് ഡയറി മിൽക്ക്. റോസസ് ഓഫ് കോഴ്സ് നമ്മുടെ ഈ ലോകത്തെല്ലായിടവും റോസ് കൊടുക്കുന്ന ഒരു ദിവസമാണല്ലോ വാലൻറ്റൈൻസ് ഡേ. പൂക്കടക്കാർക്ക് എന്തായാലും അതൊരു നല്ല ഒരു സെയിലുള്ള ദിവസമാണ്. പക്ഷേ ഡയറി മിൽക്ക് അവരത് പ്രൊമോട്ട് ചെയ്തതാണ്. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ കിറ്റ്കാറ്റ് എടുക്കാം ഒരു എക്സാമ്പിൾ. യു നീഡ് എ ബ്രേക്ക് എന്ന് നോക്കിയിട്ടാണ് കിറ്റ്കാറ്റിനെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. സോ അത് അങ്ങനെയാണ്. പക്ഷേ ഡയറി മിൽക്ക് ഇസ് എന്താ ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ലവ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വമ്പൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെയും കണ്ണേട്ടൻ്റെയും വാലൻറ്റൈൻസ് ഡേ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ തുണിയൊക്കെ പറക്കി മടക്കി വെക്കട്ടെ ഗൈസ്. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു സാധനം അധികം ഞങ്ങളുടെ കഴിക്കാറില്ല. അതായത് പുഴുക്ക് കാറ്റഗറി ഉണ്ടല്ലോ, ചേന, ചേമ്പ്, കാച്ചിൽ, അതൊക്കെ. ചേന പുഴുങ്ങും അതെനിക്കറിയില്ല കേട്ടോ. ഈ ചീനി, അതായത് നമ്മുടെ കപ്പ. അപ്പോൾ ഈ പുഴുക്കിനകത്ത് ഈ കപ്പ മാത്രമാണ് ഞാൻ കഴിക്കുന്ന ഐറ്റം. പക്ഷേ ഈ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അത് കഴിക്കാറുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അങ്ങനെ സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതിലാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുളക് ചട്നി കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് ചട്നി ഉണ്ടാക്കി. അപ്പം വെളിച്ചെണ്ണയും കൂടെ ചാലിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഈ മുളക് ചട്നി തേച്ചിട്ട് കഴിക്കും. ആക്ച്വലി നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിലൊരുപാട് ഗുണങ്ങളുണ്ടല്ലോ. കുട്ടികളൊക്കെ കഴിയുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ മോള് കഴിക്കത്തില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. അവളും എന്നെപ്പോലെ കുറച്ചും കൂടെയൊക്കെ അറിവായി കഴിയുമ്പോൾ
ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വൈകിട്ട് നമുക്കിന്ന് സ്വീറ്റ് പൊട്ടാറ്റോയും ഈ ഒരു ചട്നിയും കട്ടനുമായിരുന്നു. പിന്നെ ഈ ഒരു ടോയ് കണ്ടോ, ഇത് കൊടുങ്ങല്ലൂർ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അമ്മയല്ല, അതിൽ അമ്മയും അച്ഛനും ഞാനും ഒക്കെയാണ് കളിക്കുന്നത്. കാരണം അമ്മയ്ക്കിത് കളിക്കാൻ അറിയില്ല. നമ്മൾ എവിടെ പോകുന്നു? പറ. ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിൽ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകാൻ ഒരുപാട് ടൈമില്ല. നേരത്തെ ഒരു 5-6 മിനിറ്റ് സ്കൂട്ടറിന് പോകണമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് 2 മിനിറ്റ് നടന്നാൽ മതി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് അമ്മ വീട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റിലുള്ള ഞങ്ങളുടെ കുറച്ച് പ്രഹസനങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം ലാത്തിയൊക്കെ അടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ എന്നും തുണി മടക്കുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് എനിക്കിവിടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ അങ്ങനത്തെ കലാപരിപാടി ഒക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഞാനും അമ്മയും കൂടെ, ഞാൻ കാണിച്ചു തരാം, ഞാനും അമ്മയും കൂടെ ഒന്ന് അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം. ഇത് ഇവിടെ ആരെന്നെ തുണി മടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കണ്ടോ? അമ്മി യെസ്, എന്ത് ചെയ്യുന്നു അമ്മി? തുണി മടക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ സംഭവപരമായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് എ ടിപ്പിക്കൽ ഓർഡിനറി ഡേ. എന്താണല്ലേ? തുണി എവിടെ? അമ്മി എന്നെ തുണി മടക്കി ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആക്ച്വലി വ്ളോഗ്, വീക്ക്ലി വ്ളോഗ് ആണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടാണ് തനു. പ്ലെയിൻ ഉണ്ടാക്കി തന്നത് അമ്മയാണ്. വ്ളോഗ് ചെയ്യാനായിരുന്നു. കണ്ണനോട് രക്ഷപ്പെട്ടു, കോൾ വന്നതുകൊണ്ട്. പറ, അല്ലെങ്കിൽ വരാറുള്ള ക്യാമറ എടുത്തിട്ട് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ സാറ് വരില്ല. ബോട്ട് ഉണ്ടാക്കി തന്നത് ആരാണ്? ഉടുപ്പ് സാധനം ബോട്ട് ഉണ്ടാക്കി തന്നത് ആരാണ്? ഞാൻ തന്നെ. പിന്നെന്താ ഉടുപ്പ് ഇതിന് പൊക്കുന്നത്? ബാക്കി പറ. ഞാൻ മടക്കി വെച്ച തുണിയുടെ പുറത്തൂടെയാണ് തുള്ളിച്ചാടി പോയത്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആക്ച്വലി വീക്ക്ലി വ്ളോഗായിരുന്നു. സാറ്റർഡേ ഞാൻ പിന്നെ പറയാം കേട്ടോ, എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ബോട്ട് അമ്മയാണ് ഉണ്ടാക്കി തന്നത്. ആ വീട്. അപ്പം ശരി. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. അമ്മിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഏത് ടീഷർട്ട് വേണം? അതാണോ? ഓക്കെ, ഡൺ. ഒരു ടീഷർട്ടല്ലേ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റൂ. ഇത് വേണ്ടെന്ന് നമ്മൾ മാറ്റിയതാ. ഇത് വേണ്ട. അപ്പോൾ ഏതാ വേണ്ട? ഓറഞ്ചോ? ഓക്കെ, തീരുമാനിച്ചോ? ഓക്കെ. അമ്മയ്ക്ക് 4 പോണീസാണ് ഹെയർ സ്റ്റൈൽ വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4 പോണീസൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അമ്മ ഡിഡ് യു ലൈക്ക് ഇറ്റ്? പോന്നെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ് ഗൈസ്. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഗ്രോസറി ഷോപ്പ്. സൺഡേ അല്ലേ, എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നു. കണ്ണേട്ടൻ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല. സോ കണ്ണേട്ടൻ വന്നില്ലെങ്കിൽ ഞാനും അമ്മിക്കുട്ടനും അമ്മാനിയും അച്ചാച്ചിയും കൂടെ പോകും അല്ലേ? ഓക്കെ, ലെറ്റ്സ്. അമ്മി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഞാൻ റെഡി ആവട്ടെ. നമ്മൾ സിൽക്കോൺ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്, നമ്മുടെ മെറൈൻ ഡ്രൈവിലുള്ള. അപ്പോൾ അവിടെ എപ്പോൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും രാവിലെ സിൽക്കോണിൻ്റെ ഒരു ആഡ് ഉണ്ടാവും, ഒരു
കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത് കുറേ കാലമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. വെജിറ്റബിൾസിൻ്റെ ഇവിടെയൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു, അവരുടെ പ്രത്യേക ഈ ഓഫർ പ്രൈസൊക്കെ ഉള്ളത് കാരണമേ. അപ്പോൾ ഒരു വിധത്തിൽ സാധനങ്ങളൊക്കെ നമ്മൾ പറക്കിയെടുത്തു. അമ്മിയെ കണ്ണേട്ടം മാനേജ് ചെയ്തുകൊണ്ട് കുറേ എനിക്ക് എളുപ്പമായിരുന്നു. കാരണം ഞാനും അമ്മയും അച്ഛനൊക്കെ മൂന്നായിട്ട് തിരിഞ്ഞ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പറക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ മറൈൻ ഡ്രൈവിൽ ബാക്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ബാക്കിൽ മറൈൻ ഡ്രൈവ് വാക്ക് വേ ആണല്ലോ, അപ്പം കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ അവിടെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ 2 ഡോഗ്സിനെയും കൊണ്ട് 2 പേര് നടക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ടല്ലേ ആ ഷിറ്റ്സുനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഷിറ്റ്സുനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ വളർത്താനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. പിന്നെ നമ്മൾ സിൽക്കോണിൻ്റെ തന്നെ ഒരു കഫറ്റീരിയ പോലത്തെ സ്ഥലം മറൈൻ ഡ്രൈവ് വാക്ക് വേയുടെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും സ്നാക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ അവിടെ പാനിപ്പൂരി കഴിച്ചു, പിന്നെ വേറെ എന്തൊക്കെ ചാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചു. പിന്നെ അമ്മിയുടെ ഇന്നത്തെ ലുക്ക് കണ്ടോ, ആ ഡ്രസ്സും ഷൂസും ഹെയർ സ്റ്റൈലും എല്ലാം അമ്മി ചൂസ് ചെയ്തതാണ്. ഈവൻ വാച്ച് വരെ കെട്ടുന്നത് അമ്മി എന്നെ ഓർമ്മിപ്പിച്ച് അമ്മി എന്നോട് ചോദിച്ച് മേടിച്ച് കെട്ടിയതാണ് അമ്മിയുടെ വാച്ച്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് കഴിഞ്ഞ് അമ്മി ഒട്ടും വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീക്ക്ലി വ്ളോഗ് ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് വീക്ക്ലി വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും വ്ളോഗ് നിങ്ങൾ ഫുള്ളും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.